ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അഭി വീണ്ടും നിർമ്മലിനെ ഇങ്ങനെ പ്രലോഭിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി നവ്യയെ വിളിച്ച് പുറത്തിറക്കണം. നവ്യയെ വിളിച്ച് പുറത്തിറക്കിയതിന് ശേഷം അവൾക്ക് ഉമ്മ വയ്ക്കുകയും അവളെ വാരി പുണരുകയൊക്കെ ചെയ്യണം. അത് ഞാൻ വീഡിയോയിൽ പകർത്തി വീട്ടിലെല്ലാവരുടെയും മുന്നിൽ ബിഗ് സ്ക്രീനിൽ ഞാൻ കാണിച്ചു കൊടുക്കും. അങ്ങനെ അവൾ ആ വീട്ടിൽ നിന്ന് പുറത്താകും. നിനക്ക് ദുബായിൽ ജോലി, അങ്ങനെ കുറേ ഓഫറൊക്കെ കൊടുക്കുകയാണ്. അതൊക്കെ പിന്നെയുള്ള കാര്യമല്ല. ഇപ്പം ഈ പ്രതിസന്ധി ഇങ്ങനെ തരണം ചെയ്യുന്നവർ ഞാൻ ചിന്തിക്കുന്നത് എന്ന് നിർമ്മൽ പറഞ്ഞപ്പം ഈ പ്രതിസന്ധി തരണം ചെയ്യേണ്ടത് നവ്യയാണ്. അവൾക്കതിന് കഴിയരുത്. വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവളുടെ അനിയത്തി അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോകാൻ തയ്യാറാവുന്നുണ്ട്. പക്ഷേ അവൾ പോകാതെ കടിച്ചു തൂങ്ങി കിടക്കുകയാണ്. അവൾ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറഞ്ഞ് പിടിച്ച് തൂങ്ങി കിടക്കാനാ. എനിക്കിനി അധിക നാൾ അവളുടെ കൂടെ എൻ്റെ വീട്ടിൽ കഴിയാൻ അവിടെ പറ്റില്ല. അപ്പോൾ പോലീസെങ്ങാനും ഈ സംഭവം മണത്തറിഞ്ഞ അവരെങ്ങാനും എന്നെ പഞ്ഞിക്കിടുമ്പോൾ ഞാൻ അഭിയുടെ പേര് പറയൂ കേട്ടോ. ഒരിക്കലും പാടില്ല. എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ പേര് പുറത്ത് വരാൻ പാടില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടാൽ എനിക്കങ്ങനെ ചെയ്യേണ്ടി വരില്ലേ? അപ്പം നിനക്ക് നിൻ്റെ ജീവിതം നഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ ഉറപ്പ് തന്നില്ലേ? പിന്നെ എന്താ കുഴപ്പം? നിൻ്റെ ഭാവി ശോഭനമാകുന്ന പ്രവൃത്തിയാണ് നീ ചെയ്യാൻ പോകുന്നത്. നീ ഞാൻ പറയുന്നത് പോലെ അങ്ങോട്ട് ചെയ്താൽ മതി. രാത്രിയിൽ കാണണമെന്ന് പറഞ്ഞ് അവൾക്കൊരു മെസ്സേജ് അയക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അഭി അങ്ങ് പോവുകയാണ്. ഇതേ സമയം നയന ബെഡിൽ ഒക്കെ തൻ്റെ മുറിയിൽ ബെഡൊക്കെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആദർശ് അങ്ങോട്ടേക്ക് വരികയാണ്. വലിയ മൂർത്തീസ് ജ്വല്ലറിയുടെ ഓണറാണ് അത്ര ഓണർ, വലിയ MD ആണ് അത്ര MD, പൊട്ടനാണ് പൊട്ടൻ. എന്നെ അവിടെ വെച്ച് കണ്ടിട്ട് നീ എന്താ എന്നെ അറിയില്ല എന്ന് പറഞ്ഞത്? അപ്പം നയന ചോദിച്ചാൽ എന്താ? അല്ല നവ്യക്ക് അപ്പോൾ ഓട്ടോയിൽ കയറിയപ്പോൾ എന്നെ അറിയില്ല എന്ന് പറഞ്ഞത് എന്താ? നീ അവളും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി സംസാരിച്ചില്ലേ? അപ്പോൾ എന്നെ അറിയില്ല എന്ന് പറഞ്ഞ എന്താ? അപ്പോഴേക്കും നയന ചോദിച്ചു, എന്തൊക്കെയാണ് നിങ്ങളീ പറയുന്നത്? നിങ്ങൾ എന്നെ കണ്ടില്ലേ? എന്നിട്ട് അറിയില്ല എന്ന് പറഞ്ഞ് പോയില്ലേ? എന്നെ പരിചയമുണ്ടോ എന്ന് അവിടുത്തെ മാനേജർ ചോദിച്ചപ്പോൾ അതിന് ആദർശേട്ടൻ അവിടെ ഇല്ലായിരുന്നല്ലോ. ആദർശനാണെങ്കിൽ പറയാൻ പറ്റുന്നില്ല കേട്ടോ. ആദർശ് അവസാനം പറഞ്ഞു, ആര് പറഞ്ഞു ഇല്ലായിരുന്നെന്ന്? നിങ്ങളുടെ അപ്പുറം ഇരിക്കുന്ന ഒരു സിഖുകാരനെ കണ്ടില്ലേ? നീ എല്ലാം മനസ്സിലാത്ത പോലെ അഭിനയിക്കുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ ആ സിഖുകാരനെ കണ്ടായിരുന്നു, ശരിയാ, അയാളൊരു പൂവാലനാന്ന് തോന്നണേ, ഞങ്ങളെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദർശ് ഡേ മനുഷ്യനെ നാണം കെടുത്തണ പരിപാടിയൊന്നും കാണിച്ചേക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് പറയും, ആ സിഖുകാരൻ ഞാൻ തന്നെയായിരുന്നു, ഞാൻ വേഷം മാറി വന്നതാ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. നിരപരാധികൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ ഞാനത് വേണ്ടി ഏതറ്റം വരെയും പോകും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ആഹാ നിങ്ങളായിരുന്നോ സിഖുകാരൻ? എന്നാൽ പിന്നെ അത് പറയണ്ടേ, എനിക്കറിയാവോ ആ വേഷത്തിൽ കണ്ട ഞാനെങ്ങനെ അറിയുന്നത്? എന്നിട്ട് ആ മാനേജർ വല്ലതും നിങ്ങൾ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവനെന്നെ ചെയ്യും. പിന്നെ ഞാൻ നിൻ്റെ ഭർത്താവാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഫോട്ടോയും ആ വേഷമൊക്കെ അഴിച്ച് മാറ്റേണ്ടി വന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എൻ്റെ ചേച്ചി നിരപരാധിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിരപരാധിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പിന്നാലെ വന്നത്. ഞാൻ എന്നും സത്യത്തിനൊപ്പം മാത്രമേ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും വേഷം മാറി വന്നാൽ ഇതൊക്കെ തന്നെയായിരിക്കും ആ അനുഭവം. പിന്നാലെ വരുന്നുണ്ടെങ്കിൽ അത് നേരത്തെ കുട്ടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ തിരിച്ചറിയും? പറ്റമ്മ കണ്ടാൽ പോലും തിരിച്ചറിയാത്ത വേഷത്തിലൊക്കെ വന്നിട്ട് ഞാൻ തിരിച്ചറിയണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവണേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. പിന്നെ കാണിക്കുന്നത് അനിയാണ്. അനിക്കാണെങ്കിൽ ഒരു ഇരിക്കപ്പുറതിയില്ല. എനിക്ക് അനാമികനെ വേണ്ട, നന്ദുവിനെ മതി. നന്ദുവിനെ വിളിക്കാനും പറ്റുന്നില്ല, സംസാരിക്കാനും പറ്റുന്നില്ല. നന്ദു അറിഞ്ഞു കാണില്ല ഞാൻ വിളിച്ച കാര്യം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമത്തിലിങ്ങനെ ഇരിക്കുക. നന്ദുവിനെ ഇനി എങ്ങനെ ഞാൻ വിളിക്കുമെന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ആകെ ടെൻഷൻ അടിച്ച്. ഇതേ സമയം നന്ദുവിൻ്റെ വീട്ടിൽ കനകയ്ക്കാണ് ഭ്രാന്ത്. കനകയാണ് ഉറങ്ങാതെ ഈ നന്ദു കിടന്നുറങ്ങുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുക. എൻ്റെ ഈ മോൾക്ക് അമ്മയുടെ ദേഷ്യമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അവളുടെ തലയിലൊക്കെ തലോടി അവളെ ചേർത്ത് കെട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കുക, മോളുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന ആദർശിനരികിൽ നിന്നും ആദർശ് ഉറങ്ങിയ നേരത്ത് പതുക്കെ എഴുന്നേറ്റ് പോരുകയാണ്. പമ്മി നയന ഇങ്ങനെ പോരുക. അപ്പോഴേക്ക് നവ്യ വന്ന് ഇവളുടെ തോളത്ത് അയ്യോ എന്ന് പറഞ്ഞ് പേടിച്ചു നയന. ചേച്ചിയായിരുന്നോ? ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് വരുമായിരുന്നു. അഭി നല്ല ഉറക്കുക, എന്നാൽ നമുക്ക് പോകാം. ചെറിയ ശബ്ദം കേട്ടാൽ പോലും മുത്തശ്ശിനും ഉണരും എന്ന് നവ്യ പറഞ്ഞപ്പോൾ രണ്ടാളും അത്യാവശ്യം മരുന്നൊക്കെ കഴിച്ചിട്ടാണ് കിടന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഉണരാൻ ചാൻസ് ഇല്ല, രാത്രിയിൽ അങ്ങനെ ഉണരാറില്ല. പിന്നെ ഉറക്കമില്ലാത്തത് അഭിയുടെ അമ്മയ്ക്കാണ്. അവർ ചിലപ്പോൾ ഉണർന്നു വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇന്നാണെങ്കിൽ എന്തായാലും സെക്യൂരിറ്റി പുറത്തില്ല, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പുറത്തേക്ക് പോവാം.
അപ്പോൾ ആദർശേട്ടന് നല്ല ഉറക്കത്തില്ല. ആ സമയത്തല്ലേ ഞാൻ എഴുന്നേറ്റ് പോകുന്നത്. നമ്മൾ വലിയൊരു സാഹസം കേട്ടോ കാണിക്കാൻ പോകുന്നത് എന്ന് നവ്യ. ആണുങ്ങളുടെ സഹായം നമുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ തൻ്റെ ഇടം എല്ലാത്തിനും മുകളിൽ എന്നൊക്കെ പറഞ്ഞ് നവ്യയെ നയന മോട്ടിവേറ്റ് ചെയ്യുവാണ്. അങ്ങനെ ഇവർ പുറത്തേക്ക് പമ്മി പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ആദർശ് ഉണന്നിട്ട് ഇത് ഇവളെവിടെ പോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇവൻ പുറത്തേക്ക് വന്നപ്പോൾ ഇവർ താഴേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടു. എന്തായാലും നയനയ്ക്ക് നവ്യയ്ക്കും പിന്നാലെ ഇതെന്താണ് സംഗതി എന്ന് അറിയണമല്ലോ. ആദർശം ഫോളോ ചെയ്ത് പോവാണ്. നവ്യാണെങ്കിൽ പേടിയാവുമെന്ന് മുറ്റത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴേക്കും നമ്മൾ പേടിക്കേണ്ടത് നമ്മളെ സ്നേഹിക്കുന്നവരെയാണ്, അല്ലാതെ നമ്മൾ അവരോട് സ്നേഹിക്കുന്നവരോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഭയക്കേണ്ടത്, അല്ലാതെ ഇത്തരക്കാരുടെ മുന്നിൽ നമ്മൾ തോറ്റു കൊടുക്കുകയോ പേടിക്കേണ്ടത് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ പേടിയാണ് അവർ മുതലെടുക്കുന്നത്, ഇവനെയൊന്നും ഭയക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നയനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് നവ്യയെ. വീടിന് മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവൻ പറഞ്ഞത്. എന്തായാലും അവൻ വരട്ടെ, ഇതേ ക്യാമറയൊക്കെ ഉള്ള വീടാണ്, ക്യാമറയിൽ ഇവിടെ നടക്കുന്ന ദൃശ്യങ്ങളൊക്കെ പതിയും, വാ എന്നും പറഞ്ഞിട്ട് നവ്യയെ വീണ്ടും നയന കയ്യെ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോവുക. ആദർശ് ഇതെല്ലാം കേട്ട് പിന്നാലെ ഉണ്ടേ. ആദർശ് എന്തായാലും അപ്പം തന്നെ പോലീസുകാരെ വിളിച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുകയാണ്. ശരി, ഞാൻ 2 പോലീസുകാരെ അങ്ങോട്ടേക്ക് വിടാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുകയാണ് ആദർശ്. ഇതേ സമയം ഉണർന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നവ്യ ഇറങ്ങിപ്പോയ സമയത്താണെങ്കിലും അഭി ഉണർന്ന് കിടക്കുമായിരുന്നു. അഭി ഇങ്ങനെ ഓർക്കുക, നാളത്തെ ദിവസമാണ് ഇതിൻ്റെ അവസാനത്തെ ദിവസം, നീ ഇവിടെ നിന്ന് ഇറങ്ങും, നീ നിർമ്മല തമ്മിലുള്ള ചുംബന രംഗങ്ങളൊക്കെ മുത്തച്ഛൻ്റെ ഫോണിലേക്ക് തന്നെ ഞാൻ അയച്ചു കൊടുക്കാൻ പറയും, നോക്കിക്കോ. എന്തായാലും അയാൾക്ക് എന്തെങ്കിലും പറ്റിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, അയാളെ എൻ്റെ സ്വന്തം മുത്തച്ഛനൊന്നും അല്ല, അതുകൊണ്ട് അയാൾ ചത്തുപോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അഭി ഇങ്ങനെ മനസ്സിലോർക്കുക. അഭി എന്നിട്ട് നിർമ്മലിന് മെസ്സേജ് അയക്കുകയാണ്, നീ അവളെ പുണർന്നിട്ട് ഉമ്മ വെക്കണം, ചുംബിക്കണ വീഡിയോ എനിക്ക് വേണം, അവളിപ്പോൾ പുറത്തേക്ക് വരും, നീ അവിടെ ഉണ്ടാവണം എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണ്, വോയിസ് മെസ്സേജ് അയക്കുക കേട്ടോ. നിർമ്മല അത് കേട്ടിട്ട് സ്വന്തം ഭാര്യയെ ചുംബിക്കണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നൊരു പൊട്ടം ഭർത്താവും എന്നൊക്കെ അഭിയെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുക. എന്തായാലും അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ തമ്മിലുള്ള കല്യാണം ചതിയിലൂടെയല്ലേ നടന്നത്, അവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ്. അവൾക്ക് പണ്ട് മുതലേ ആൾക്കാർ തേക്കുന്ന സ്വഭാവമാണ്, അതുകൊണ്ട് അവൾ തേയുക. ഗേറ്റ് കടന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നയന പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യും, ചേച്ചി അകത്ത് കയറി നിൽക്കുക, അവനെ കൈകാര്യം ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് നയന പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആദർശ് ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ വേണ്ട, നീ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി, എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹിച്ചു, അതുകൊണ്ട് വേണ്ട, ഒരു കാര്യം ചെയ്യുക, നീ അകത്ത് കയറിപ്പോക്കോ, ഞാനിവിടെ നിന്നോളാം എന്ന് നവ്യ പറയുക. അപ്പം നയന പറഞ്ഞു, ചേച്ചിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നതുകൊണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, ചേച്ചി ഒരു കാര്യം ചെയ്യുക, ചേച്ചി അകത്ത് കയറിപ്പോ, ഞാനിവിടെ നിന്നോളാം എന്നും പറഞ്ഞിട്ട് നയന മുഖമൊക്കെ മൂടി, തലയിൽ കൂടെ തുണിയൊക്കെ ഇട്ട് മുഖമൊക്കെ മൂടി ഇങ്ങനെ നിൽക്കുകയാണ് നവ്യയെ അകത്തേക്ക് വിട്ടിട്ട്. ഇതേസമയം പോലീസുകാരൻ മറിഞ്ഞ് ഇതൊക്കെ നോക്കുന്നുണ്ട്, ആദർശ് മറിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട്, അഭി മറിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട്. പക്ഷേ ഇവരാരും പരസ്പരം കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. നയന തലയിൽ തുണിയിട്ട് പുറത്ത് നിൽക്കുന്നത് കണ്ടപ്പോഴേക്കും നമ്മുടെ അഭി വിചാരിച്ചു അത് നവ്യയാണെന്ന് വിചാരിച്ചിട്ട് അഭി നിർമ്മലിന് മെസ്സേജ് കൊടുക്കുകയാണ്. ഇതിനിടയ്ക്ക് ആദർശ് ഒന്ന് വീഴാൻ പോവുകയാണ്. അപ്പോൾ ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ ആദർശിനെ നമ്മുടെ അഭി കണ്ടു. ഇവനെന്താ അവിടെ? ആ സമയത്താണ് ആദർശ് വീഴാൻ പോകുന്നത് കണ്ടിട്ട് നവ്യ ഓടി വരുന്നത്. നവ്യ വന്നിട്ട് എന്തെങ്കിലും പറ്റുമോ ആദർശേട്ടാന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ അവിടെ നിൽക്കുന്നത് ആരാ എന്ന് അഭി അന്തം വിട്ടിങ്ങനെ നോക്കും. അഭിക്ക് കാര്യമൊക്കെ മനസ്സിലായിട്ടോ. ഇതേ സമയം നിർമ്മൽ ഒരു ബൈക്ക് കൊണ്ടു നിർത്തിയിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങി ഈ നവ്യനെ കരികിലേക്ക് നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരിങ്ങനെ നോക്കി നിൽക്കുന്നു. അങ്ങനെ അഭീശ്വര ഇനി എന്ത് ചെയ്യും? നയനയാണെങ്കിൽ ഇവനടുത്തേക്ക് വരുന്നത് നോക്കി നിൽക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. സീ യു അഗെയിൻ. താങ്ക് യു.